ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു സ്പെഷ്യൽ മാങ്ങച്ചാറാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ മാങ്ങ ചെറുതായി അരിഞ്ഞു വെക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കേട്ടോ, ഇത് ചെറുതായി കുനുകുന അരിഞ്ഞു വെക്കണം. അങ്ങനെ ഞാൻ അതുപോലെ അരിഞ്ഞു വെച്ച മാങ്ങ ഇതാണ്. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: കുനുകുന അരിഞ്ഞു വെച്ച പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഒന്ന് പൊടിച്ച് വെച്ച, നന്നായി പൊടിച്ചിട്ടില്ല, ചെറുതായിട്ടൊന്ന് പൊടിച്ച് വെച്ച ശർക്കര, കായപ്പൊടി. പിന്നെ അതിലേക്ക് ആവശ്യമായ പൊടികൾ: മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉലുവ, കടുക്, പിക്കിൾ പൗഡർ. അച്ചാർ പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി, അത്യാവശ്യം കുറച്ചിടാം, നിർബന്ധമില്ല കേട്ടോ. ഞാനിവിടെ ഉള്ളത് കൊണ്ടാണ് ഇടുന്നത്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നന്നായി കഴുകി വെയിലത്തിട്ട് ഒരു ദിവസം ഉണങ്ങിയ കറിവേപ്പാണ് കേട്ടോ. ഇതിൽ വെള്ളമില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഉണക്കി വെച്ചത്. അതുപോലെ തന്നെ നമ്മുടെ തെങ്ങിൽ നിന്നും വിളയാത്ത തേങ്ങ എടുത്തിട്ട് അതാട്ടിയ മഞ്ഞ വെളിച്ചെണ്ണ. ഇതിങ്ങനെ ആയിപ്പോയതാണ്. ഈ മഞ്ഞ വെളിച്ചെണ്ണ വേണമെന്നില്ല, നല്ല വെളിച്ചെണ്ണ ആയാലും മതി. ഇത് നല്ലത് തന്നെയാണ് കേട്ടോ. പക്ഷെ കുറച്ച് വിളയാത്ത തേങ്ങ ഉള്ളത് കൊണ്ടാണല്ലോ ഈ വെളിച്ചെണ്ണയ്ക്ക് ഇത്ര കളർ കിട്ടിയതെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, നല്ല രുചിയുണ്ട് കേട്ടോ. അങ്ങനെ ഇത്തരം സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് എന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. എല്ലാവരും അച്ചാറൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് അതിലൊരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വന്നതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് ഉലുവ, കടുക് ഇട്ടിട്ട് നന്നായി ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ കടുക് എടുത്തിട്ടുണ്ട്. കടുക് നന്നായി ഇളക്കി പാകമായ വറവായതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ ചട്ടിയിൽ തന്നെ കടുക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി ഒന്ന് വറുത്ത് പൊട്ടിച്ചെടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് ഇടുമ്പോൾ തന്നെ കടുക് നന്നായി ഇങ്ങോട്ട് പൊരിഞ്ഞ് വരും കേട്ടോ. അങ്ങനെ അതും കൂടി നമുക്ക് ആ ഒരു ഉരുവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് പൊടിച്ച് അവിടെ എടുത്ത് വെക്കാം. അപ്പോഴേക്കും നമുക്ക് അച്ചാറുണ്ടാക്കുന്ന രീതി ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ നമ്മൾ ഉലുവയും കടുകൊക്കെ നമ്മളിതാ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാനായിട്ട് ഒരു ചെമ്പട്ടി, നമ്മളിവിടെ പറയും ചെമ്പട്ടി എന്ന്, ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അത് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് നല്ല വെളിച്ചെണ്ണ, ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം കേട്ടോ. നല്ലെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇല്ലെങ്കിൽ ഏത് എണ്ണയാണോ നമ്മുടെ അടുത്തുള്ളത് എങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കടുക്, കറിവേപ്പില, അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതെല്ലാം ഒരു പച്ച മണം മാറിയതിന് ശേഷം അതിലേക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. കാശ്മീരി മുളക് പൊടി എരില്ലാത്തത് കാരണം ഞാൻ സാദാ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതിലേക്ക് കുറച്ച് അച്ചാർ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവിനനുസരിച്ച് എല്ലാ സാധനങ്ങളും ഇട്ടാൽ മതി. എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇടാം. കളറിനാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി ഇടുന്നത്. ഒരു നുള്ളി മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഈ ഒരു ഇതിൽ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ്. കുറച്ച് കായം പൊടിച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാമ്പാർ കായൊക്കെ ഉണ്ടല്ലോ, അതാണ് കേട്ടോ. എരിവിനെ ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം, അഥവാ സുർക്ക ഒഴിച്ചു കൊടുത്ത് നന്നായി ആ മസാലയൊക്കെ ഒന്ന് സെറ്റായി വരട്ടെ. അതിന് ശേഷം കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന്
ചൂടാക്കി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നേരത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ട്രൈ ചെയ്യാത്തവർ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാനും ഒന്നും മറക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ മാങ്ങയും ആ ചാറും ഒക്കെ ഒന്ന് സെറ്റായതിൻ്റെ ശേഷം നമ്മൾ ഉലുവയും കടുകും പൊടിച്ച് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പോരായുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.